നമസ്കാരം. യാത്രകൾ മനുഷ്യൻ്റെ മൂഡ് മാറ്റുന്ന ഒരു സംഗതിയാണ് അല്ലേ? നമ്മളാകെ ഒന്ന് മൂഡ് ഔട്ടായിരിക്കുകയാണ്, ഒന്ന് ചടഞ്ഞിരിക്കുകയാണ്. ഒരു യാത്രയൊക്കെ പോയിട്ട് വന്നാൽ, അത് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് വന്നാൽ കുറേ നാളത്തേക്ക് അത് നൽകുന്നൊരു ഊർജ്ജം വളരെ വലുതാണ്. ഇത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു യാത്രയുടെ ദൃശ്യങ്ങൾ കണ്ടതാണ്. കോഴിക്കോടുകാരി നബിസുമ കുറ്റ്യാടിക്കാരിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 55-ാമത്തെ വയസ്സിൽ ആ ഉമ്മ ഒരു യാത്ര പോയി. ഉമ്മയും കൊണ്ട് മക്കൾ പോയതാണ്. 25 വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ ഉമ്മ 55-ാം വയസ്സിൽ പോയ യാത്ര. പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള കുളു മണാലിയിലേക്ക് അവിടെ ചെന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കാണുന്ന ആ ഉമ്മ 2 കൈകൾ കൊണ്ട് മഞ്ഞ് വാരി ഇങ്ങനെ കളിക്കുക. കൂട്ടുകാരികളോട് ഉമ്മ വിളിച്ചു പറയുന്നു, കൂട്ടുകാരികളുടെ പേരൊക്കെ പറയുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ യാത്ര പോകും, ഇതാണ് ജീവിതം, ഇതാണ് സ്വർഗം. കാണുന്ന ഓരോ മനുഷ്യൻ്റെ മനസ്സിലും സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ചിത്രങ്ങൾ മാത്രം വിരിയിക്കുന്ന ഒരു ഉഗ്രൻ വീഡിയോ ഉമ്മയുടെ മക്കൾ പകർത്തി ഇൻസ്റ്റയിലിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിമിഷ നേരം കൊണ്ടാണ് ആ ഉമ്മയുടെ സ്നേഹവും സന്തോഷവും പ്രസരിപ്പുമെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലേക്ക് പകർന്നത്. വൈറലാണ് വീഡിയോ, ഉഗ്രൻ വീഡിയോ. ലോകത്തെന്ത് നല്ല കാര്യം നടന്നാലും അതിനെ വിമർശിക്കാൻ ചില ആളുകൾ ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെയല്ല. ഇവിടെയും ഉണ്ടായി. ഒരു മതപണ്ഡിതൻ എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത്. AP വിഭാഗം നേതാവാണ്. ഇബ്രാഹിം സഖാഫി പൂക്കോട്ടിരി എന്നാണ് പേര് എന്ന് മനസ്സിലാക്കുന്നത്. പുള്ളി ഒരു പൊതുവേദിയിലാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയുന്നത്. ഭർത്താവിന് 25 വർഷം മുമ്പ് നഷ്ടപ്പെട്ട വിധവ വീട്ടിൽ അടങ്ങി ഒതുങ്ങി സ്വലാത്തും ദിക്റും ചൊല്ലി ഇരിക്കേണ്ടതാണ്, ഇങ്ങനെ നടക്കരുത് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം. അമ്മയുടെ യാത്ര വൈറലായതുപോലെ ഈ പ്രസംഗവും അത്യാവശ്യം ആളുകൾ കണ്ടു. ഉസ്താദിനെ അനുകൂലിക്കാനും ആളുകളുണ്ടായി എന്നത് അത്ഭുതമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ഉമ്മയെ അത് കാര്യമായി ബാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ മടിയായിരിക്കുകയാണ് ഉസ്താദിൻ്റെ ഈ പ്രസംഗത്തോടെ എന്നാണ് വാർത്തകൾ വരുന്നത്. വെളിവുകേട് പറയുന്നതിന് മതമൊന്നോ മതപണ്ഡിതനെന്നോ ഒന്നുമില്ല. വെളിവുകേട് ആര് പറഞ്ഞാലും വെളിവുകേട് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഉമ്മയുടെ യാത്ര ഈ പറയുന്ന കക്ഷി കണ്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എന്ന് ഉറപ്പാണ്. സമൂഹ മാധ്യമങ്ങളിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും പുള്ളി കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഉസ്താദ് ഈ സുനിത വില്യംസ് എന്ന് കേട്ടിട്ടുണ്ട്. അവർ ബഹിരാകാശത്ത് പോയിട്ട് ഇപ്പോൾ 6-7 മാസമായി. അവിടെയാണ് 6-7 മാസമായിട്ട്. എന്ന് തിരിച്ചു വരുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷേ സുനിത വില്യംസിനെ കാത്ത് ആയിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവരുടെ തിരിച്ചു വരവും കാത്ത് ഇവിടെ ഭൂമിയിലുള്ളത്. അപ്പോഴാണ് ഒരു ഉമ്മ അവരുടെ 55-ാം വയസ്സിൽ അവരുടെ മക്കൾ കൊണ്ടുപോയി ഒരു യാത്രയിൽ പങ്കെടുത്ത് ഒരു സന്തോഷം അവർ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ഉസ്താദിന് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉസ്താദെ പറ്റുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോകണം. ഈ പറയുന്നതിൽ കുറച്ച് മഞ്ഞൊക്കെ വാരി കളിക്കുമ്പോൾ തലയിൽ ചൂടങ്ങ് മാറും എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ആളുകൾ ബഹിരാകാശത്തടക്കം വനിതകൾ ഇങ്ങനെ പോയി നേട്ടങ്ങളുടെ കൊടുമുടികൾ കീഴടക്കുമ്പോൾ പെണ്ണുങ്ങൾ വീട്ടിലിരിക്കണം എന്ന് പറയുന്ന ഉസ്താദുമാരെയൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ കാഴ്ചകളൊക്കെ കാണിച്ച് ഇങ്ങനെയും ലോകമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ബോധ്യപ്പെട്ടാൽ ഭാഗ്യം. അത് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. കാണാം.